മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം. വിഴിഞ്ഞത്ത് കാണാതായ 4 പേരെ കൂടി കണ്ടെത്തി. ഇതോടെ കാണാതായ 9 പേരിൽ 8 പേരെയും കണ്ടെത്തി. കരയിലെത്തിച്ച ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിലെ മറ്റൊരു അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്നും കാണാതായ സ്റ്റെല്ലസ് എന്നയാൾക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ശ്രീനന്ദ SP ചേരുകയാണ്. ശ്രീനന്ദ, ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. എല്ലാവരെയും തിരികെ എത്തിക്കാൻ സാധിച്ചു. ഒപ്പം കാണാതായ ഒരാൾക്കായി തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? KP പറഞ്ഞതുപോലെ തന്നെ വളരെ ആശ്വാസകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. കാണാതായിട്ടുള്ള 8 പേരെ കുറിച്ചുമുള്ള വിവരം ലഭിച്ചു. അതിൽ 4 പേർ തീരത്തെത്തി എന്നൊരു സന്തോഷ വാർത്ത കൂടി എത്തുന്നുണ്ട്. മറ്റ് 4 പേർ ഉടൻ തന്നെ തീരത്തെത്തിച്ചേരും. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിനകം തന്നെ അവർ റോഡ് മാർഗമായിരിക്കും വിഴിഞ്ഞത്തേക്ക് എത്തുക എന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എത്തിച്ചേർന്ന 4 പേര് ദേവമാതാ വള്ളത്തിലുള്ള റോബിൻസൺ ഉൾപ്പെടെയുള്ള 4 പേരെയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് ഒരു മണിക്കൂർ മുൻപായി ഇവിടെ എത്തിച്ചേർന്നത്. ഇവർ 4 പേരെയും വിഴിഞ്ഞം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവർ ബന്ധുക്കളോട് സംസാരിക്കുകയുണ്ടായി. തങ്ങളുടെ നിലയിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, തങ്ങൾ സുരക്ഷിതരാണ് എന്നൊരു കാര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 4 വ്യക്തികൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായത്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം 3 ദിവസമായി ഇവർ കടലിൽ പോയിട്ട് ഇവർ യാതൊരുവിധ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള യാതൊരുവിധ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാതിരുന്ന ഒരു 4 ദിവസമാണ് കടന്നുപോയത്. ഈ 4 ദിവസത്തിനെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. തീരത്തുള്ള എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇവർ നമ്മോട് പ്രതികരിക്കുകയുണ്ടായി. യാതൊരുവിധ നിർദ്ദേശങ്ങളും, കാരണം ഇവിടെ കടലിൽ പോകരുതെന്നുള്ളൊരു നിർദ്ദേശം ഇവർ കടലിൽ പോകുന്നവരെ കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ ആരും തന്നെ ഇവർക്ക് നൽകിയിരുന്നില്ല. ഇവർ കടലിൽ പോയതിന് ശേഷമാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഇവർക്ക് ലഭിച്ചത്. അതിനുശേഷം അവർക്ക് തിരികെ വരാനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു കടലിൽ ഉണ്ടായിരുന്നത്. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. ആ സാഹചര്യത്തിൽ തിരികെ എത്തുക എന്ന് പറയുന്നത് വളരെയധികം കഠിനം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഇതിൽ കോസ്റ്റ് ഗാർഡിന്റെ ഒരു പിഴവും കൂടി സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് കുറച്ച് മുൻപ് ഒരു ബന്ധു പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം 8 പേരും സുരക്ഷിതരാണ്. 4 പേർ തീരത്തെത്തിയിരിക്കുന്നു. ഇനി 4 പേരാണ് എത്താനുള്ളത്. അവർ മണിക്കൂറുകൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരാളെ കൂടെ കിട്ടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ അതിശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. അയാളെയും ഉടൻ തന്നെ ലഭ്യമാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും തന്നെ ഈ ഒരു പള്ളിക്ക് മുൻപിലായി, ചെറിയ പള്ളിക്ക് മുൻപിലായി എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പോഴും ഒരാൾ മാത്രമായിക്കൊള്ളട്ടെ, ആ ഒരാളുടെ ജീവനും വിലയുണ്ട് എന്ന രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇവിടെയുള്ള ബന്ധുക്കൾ എല്ലാവരും ഈ ഒരു പള്ളിമുറ്റത്ത് ഉറ്റവർക്കായി കാത്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആശങ്ക, ഒരുപക്ഷെ കാലാവസ്ഥ ഇപ്പോൾ അത്രത്തോളം പ്രതികൂലമല്ല. ഇതൊക്കെയും അവരെ കണ്ടെത്താനും തിരിച്ച് കൊണ്ടുവരാനും ഇടയാക്കിയിട്ടുണ്ട്. ഒപ്പം ശ്രീനന്ദ പറഞ്ഞതുപോലെ തന്നെ ആ കാണാതായ ഒരാൾക്കായി എല്ലാ തരത്തിലും ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും, അല്ലേ? തീർച്ചയായിട്ടും KP, കാണാതായ ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ തുടർന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിരവധി പേർ തങ്ങളുടെ ഉറ്റവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിട്ട് ഈ ഒരു പള്ളിക്ക് മുൻപിലായിരിക്കുന്നത്. ഇവർ എല്ലാവരും തന്നെ ഈ ഒരു പ്രാർത്ഥനയ്ക്കൊടുവിൽ തങ്ങളുടെ ഉറ്റവരെല്ലാം തിരിച്ചെത്തി എന്നുള്ളൊരു സന്തോഷ വാർത്ത കേട്ടതിൽ വളരെയധികം സന്തുഷ്ടരാണ്. അവരുടെ സന്തോഷം അവൾ നമ്മോട് പ്രകടിപ്പിക്കുകയുണ്ടായി. അവർക്ക് പറയാൻ വാക്കുകളില്ല എന്നൊരു കാര്യമാണ് അവർ നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും ഇനി വരുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ അതിശക്തമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് കോസ്റ്റൽ ഗാർഡും അതുപോലെ തന്നെ വിൻസെന്റ് MLA നമ്മളോട് കുറച്ചു മുൻപായി പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹവും പറയുന്നത് അത് തന്നെയാണ്. എന്തായാലും ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 4 പേർ എത്തിയിരിക്കുന്ന 4 പേർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമിക ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. ഇനി മറ്റ് 4 പേർ ഉടൻ തന്നെ ഒരു 2 മണിക്കൂറുകൾക്കകം തന്നെ അവർ ഇവിടെ എത്തിച്ചേരും. അവരും കുടുംബക്കാരോട് സംസാരിച്ചു, ബന്ധുമിത്രാദികളോട് സംസാരിക്കുകയുണ്ടായി. അവരും സുരക്ഷിതരാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് ഒരു ശാന്തമായ നമുക്ക് പ്രകൃതി കാണാൻ സാധിക്കും. പ്രകൃതി വളരെ ശാന്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ താളം തെറ്റി നിന്ന ഒരു പ്രകൃതി അല്ല ഇപ്പോൾ ഉള്ളത്. വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു ആകാശം അല്ലെങ്കിൽ
അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശവും അതുപോലെ തന്നെ ശാന്തമായി നിൽക്കുന്ന ഒരു കടലുമാണ് നമുക്ക് മുൻപിൽ ഇപ്പോൾ ഉള്ളത്. കാരണം ഇത്രയും നാൾ കടലമ്മ കനിഞ്ഞത് കൊണ്ടാണ് തങ്ങളെ മക്കളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടിയതെന്നാണ് നമ്മളോട് കുറച്ച് മുൻപ് ഇവിടെയുള്ള ബന്ധുക്കളെല്ലാം പ്രതികരിക്കുകയുണ്ടായത്. കാരണം അവർ വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും തന്നെ. എന്തായാലും ഇത് നമുക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും എല്ലാം തന്നെ വളരെ സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ്. കാരണം 8 ജീവനുകളാണ് നമുക്ക് തിരിച്ച് കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ സുരക്ഷിതരാണ്. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ഈ 3 ദിവസവും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ ഈ ഒരു ജീവനുകൾ രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു. ആ ഒരു ജീവൻ രക്ഷിച്ചു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം നിറയുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അത്രത്തോളം ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. ശ്രീനന്ദ SP ആണ് വിവരങ്ങൾ നൽകിയത്.